ഇവള് കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക ആ പരിപാടിയാണ്. ഇവനെ കൊടുക്കുന്നത് നമ്മളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ രണ്ടാം ദിവസം കടിച്ച് കഷ്ണം എടുത്തു. പേരുകളൊക്കെ ഷിമില് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ചികിത്സ അടക്കം ഞങ്ങളാണ്. ഇവള് കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക ആ പരിപാടിയാണ്. അപ്പൊ നമ്മളെ ചെറുക്കട്ട പേരാണ് ഉണ്ടപ്പെട്ടി. ഉണ്ടപ്പെട്ടി. ഈ രണ്ടുപേരും വയലന്റ് ആണോ കണ്ടിട്ട്? അല്ല, ഇവനാണ് ഇവിടുത്തെ മെയിൻ വാച്ചിങ് ഡോഗ്. ഓ, അതായത് ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ പറഞ്ഞാ വരാം, നമ്മൾ പറയാതെ കൂടെ ഇറങ്ങിയാ കടിക്കും. അപ്പൊ ഒരു 5-8 ആൾക്കാരെ കടിച്ചിട്ടുണ്ട് ഇപ്പം. ആഹാ, ഇവിടെ അതിനിടയ്ക്ക് 5-6 പേരെ കടിച്ചിട്ടുണ്ട്. കാവേരി ആയിട്ട് എങ്ങനെ ഇവര്? കാവേരി പോലെ എല്ലാവരും നല്ല കമ്പനിയാണ്. കാവേരിക്ക് ഇവിടുത്തെ ടർക്കി കോഴികളല്ലാത്ത എല്ലാരും ഇഷ്ടമാണ്. ഈ നായ്ക്കൾക്കൊക്കെ എത്ര രൂപ വരും? അല്ല, ഇതിനൊരു സത്യം എന്താ വെച്ചാല് ഈ ബ്രൂണോ അതുപോലെ മേലുള്ള 2 നായ്ക്കൾ മാത്രമേ ഞാൻ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്താണ്. അതായത് ഇതിന്റെ ഓണർമാർ കാനഡ പോയപ്പോ തന്നതാണ്. ഉണ്ടപ്പെട്ടി അതിന് ചെറുപ്പത്തിൽ കയ്യിനൊരു ചെറിയ വികലാംഗത ഉണ്ട്, അങ്ങനെ ഒഴിവാക്കിയപ്പോ തന്നതാണ്. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഓരോരുത്തർക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് തന്നാണ്. ഇവരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആർക്കാണ് ഷിമിലിനോട്? അത് ബ്രൂണോ ആവും. ഞാൻ രാത്രി ഒരു 10 മണിക്ക് ശേഷം എന്നും വെക്ക് വെള്ളവും പട്ടിയും കൊടുക്കാൻ വരും. അപ്പൊ നല്ല മഴക്കുള്ള ദിവസം നമ്മൾ മഴ കൊണ്ട് കാണുന്നത് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരൊക്കെ മഴ ആയ വല്ല എവിടെയും മഴ കൊള്ളാതെ ഇരിക്കും. ബ്രൂണോ ഞാൻ വന്ന മയത്തിന്റെ കൂടെ വരും, ഓടി നടന്ന്. പിന്നെ ബ്രൂണോ എപ്പോഴും നമ്മളോട് ഒരു എക്സ്ട്രാ അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. ഇവന്മാര് തമ്മിൽ വഴക്കുണ്ടോ? ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വന്ന ഫസ്റ്റ് 2 ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ കുഴപ്പമൊന്നുമില്ല. റാഡോയും ഇതുപോലെ തന്നെ കാവേരിയോട് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ ചെയ്യോ? സല്യൂട്ടോ ഹായിയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, റേഡോ ഒരു ഗൗരവക്കാരനാണ്. അതായത് കൊഞ്ചലും കളിയൊന്നും ആളെടുത്തില്ല. ആളിങ്ങനെ മൂപ്പര ആ ഒരു രീതിക്ക് കളിപ്പ് മൂടാണ്. ഇവനെ കൊടുക്കുന്നത് നമ്മളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ രണ്ടാം ദിവസം കടിച്ച് കഷ്ണം എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതായത് ഇവന് ഇവിടെ ഇഷ്ടപ്പെട്ട ആൾക്കാര് കുതിരകളാണ്. അവരെ കൂട്ടുന്ന ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുപോലെ നമ്മൾ ഈ സൈഡിൽ കുറെ കുതിരകളെ കണ്ടു. ഏകദേശം എത്ര കുതിരയുണ്ട് ഇവിടെ? നമ്മുടെ അടുത്ത് ഇവിടെ 7 കുതിര. ഇതില് ഒരു കുതിര റേസിന് പോകുന്ന കേട്ടിട്ടുണ്ട്. ഈ മജൂക്കി പറഞ്ഞ കുതിര. കുതിരകളുടെ പേരെന്തൊക്കെയാണ്? ഇത് മജൂക്കി, മജൂത്ത്, അത് കബീർ, അത് വീര. മറ്റേ അതിന്റെ അപ്പുറത്ത് ഷേർഖാന്, അത് കഴിഞ്ഞ് ഹീര, അപ്പുറത്ത് ലൈല, ഹീര, ഷേർഖാൻ, അങ്ങനെ കുറെ കുതിരകളുണ്ട്. കുതിരകളെയൊക്കെ എപ്പോഴാണ് പുറത്തിറക്കുന്നതും? കുതിരകളെ രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം വർക്കൗട്ട് കൊടുക്കും. ഈ പേരുകളൊക്കെ ഷിമില് തന്നെയാണോ? ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ചികിത്സ അടക്കം ഞങ്ങളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് മൃഗങ്ങളുണ്ട്. ഞങ്ങൾ കാവേരിനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് കിട്ടിയത് വേറെ കുറെ കൂട്ടുകാരെ തന്നെയാണ്. സോ എനിവേ, ഇത്രയധികം എന്താ പറയുന്നത്, മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഷിമിലിന് 1000 ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഇവള് കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടപ്പെട്ടി എന്നുള്ള പേരിടാൻ കാരണം തിന്ന റെസ്റ്റ് എടുക്കുക ആ പരിപാടിയാണ്. ഇവനെ കൊടുക്കുന്നത് നമ്മളൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ രണ്ടാം ദിവസം കടിച്ച് കഷ്ണം എടുത്തു. പേരുകളൊക്കെ ഷിമില് തന്നെയാണോ? ഞങ്ങൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ചികിത്സ അടക്കം ഞങ്ങളാണ്.